ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ രജിസ്ട്രേഷന് പോയി, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു കഫേയിൽ പോയിട്ട് ചെറിയൊരു ഓൺലൈൻ ചെയ്തു. നാളെ വെരിഫിക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് വന്നു, ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ച് നേരം ഉറങ്ങി. നല്ല ടയേർഡായിരുന്നു, കുറച്ച് ദിവസമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ടായിരുന്നു. നോക്കി എൻ്റെ തലമുടി ചെറുതായിട്ട് ഉള്ളു പറഞ്ഞു, നല്ല ടെൻഷൻ. ഇനി എനിക്കിതായിരിക്കും ടെൻഷൻ കുറച്ച് ദിവസത്തേക്ക്. ഇതിന് അതിൻ്റെ അടുത്തെങ്കിലും വില മരുന്നുണ്ടോ? ഈ മുടിയിലുള്ളിൽ പോയത്, കൊഴിഞ്ഞ മുടിയൊക്കെ തിരിച്ചു വരാൻ ഞാൻ കുറേ ട്രൈ ചെയ്തു. പണ്ട് ഞാൻ തന്നെ കഴിച്ച നല്ല എണ്ണയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മറന്നും പോയി, എല്ലാം വിട്ടുപോയി. അതാണ് പ്രശ്നം. നോക്കണം, ഇനിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറേ 1-1.5 മാസമായിട്ട് ഒന്നും നോക്കുന്നില്ല ഞാൻ. അതിൻ്റെ അറിയാനുമുണ്ട്. സ്കിന്ന്, ബോഡി, ഹെയർ ഒക്കെ നോക്കണം. അടിയും കൂടിയുണ്ട്. ജിമ്മിൽ പോയി സെറ്റാവും. ടൈമുണ്ട്. അതേപോലെ അവളെയും വിട്ടാക്കാം. അവൾ കുഴിമടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുഴിമടിച്ച് ചെയ്യണം. മടിയൊക്കെ ഞാൻ മാറ്റിയിടും, അത് വേറെ കാര്യം. ഇപ്പം എന്താ കാണിച്ചു തരാട്ടാ. എന്തായാലും ഒരു മിനിറ്റേ. ഇപ്പോൾ ഇതാണ് പ്രധാന ഹോബി. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. എന്താണ്? കാട്ടുമുല്ലയില്ലേ, അത് വലിക്കാൻ നടക്കുക. കാട്ടുമുല്ല വന്നാൽ യക്ഷി മേലെ കൂടും പറഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം അതിനും വലിയൊരു യക്ഷൻ കൂടെയുണ്ട്, ഗന്ധർവൻ കൂടെയുണ്ട് പറഞ്ഞിട്ട് നടക്കുക. എന്നെയാണ്, വേറെ ആയിരിക്കില്ല. ഇതാ കാട്ടുമുല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ പത്നി. കിട്ടിയോടി? കിട്ടിയോ? എത്ര കിട്ടി കാട്ടുമുല്ല? ഇത് വെച്ച് ആരിനെ വശീകരിക്കാനാണോ, എന്നെയാണോ? വശീകരിക്കാനാണെന്നാണ് പറഞ്ഞത്. എന്നെ വശീകരിക്കാൻ ഈ മുല്ല പോരാ. നോക്കിക്കേ, ഒരു പൂവായിട്ടില്ല, ആകെ 4 കിട്ടിയുള്ളൂ. കുറെ നേരമായി. പക്ഷേ നിറയെ പൂവുണ്ട് പോകണ വഴി. മുല്ല കെട്ടി ഇതുവരെ മറ്റേ നാടൻ മുല്ലയൊക്കെ വെച്ച് മാല കെട്ടി കൃഷ്ണനൊക്കെ വെച്ചു കൊടുത്തു. ഈ മുല്ല കെട്ടിയിട്ട് ഏത് കൃഷ്ണനെ വെക്കാനാണാവോ? അയ്യട മനമേ, കൂടുതൽ സൂചിപ്പിക്കരുത്. വൈകിട്ട് മുല്ലപ്പൂവലിൻ്റെ ഒപ്പം കുറച്ച് നടക്കാനും കൂടി തീരുമാനിച്ചു. ഗൈസ് നടക്കുന്നുണ്ട്. 2 അനിയത്തിമാർ, ഫ്രണ്ട് എത്തി, അമ്മ നടക്കുന്നുണ്ട്. എല്ലാവർക്കും കുറേ ദിവസമായിട്ട് ഫുഡ് അടിയും കാര്യവും നല്ല ടയർഡാണ്. ഓവർ ഫുഡ് അടിയല്ലേ, വിരുന്ന് നടക്കല്ലേ. അങ്ങനെ ഗൈസ് കണ്ടോ, പൂ ഭ്രാന്തിയാണ്. മുല്ലപ്പൂ വലിച്ച് മനുഷ്യന് ഭ്രാന്താക്കുന്നു. നടക്കാൻ പോകാൻ പറഞ്ഞാൽ വഴുന്നീളെ പൂ വലിക്കുകയാണ് പണി. കാട്ടുമുല്ലയാണ്. ഇനി ഇതൊക്കെ കൊണ്ട് രാത്രി കെട്ടി വരും, എന്നിട്ട് ആ ടേബിളിൽ കൊണ്ട് അങ്ങോട്ട് നിരത്തും. ഇല്ലെങ്കിൽ ഒക്കെ കൂടി കെട്ടി തലയിലിടില്ല. ഇതുവരെ തലയിലിടണ കണ്ടിട്ടില്ല, എന്തിനാണോ എന്തോ. മുല്ലപ്പൂ കെട്ടിയിട്ട് എന്ത് കാണിക്കാനാണ് പറഞ്ഞേ? ഇത് തലയിൽ വെക്കോ? വലുതിന് എന്ത് കാണിക്കോ? ഇപ്പോൾ വലുതിന് അമ്മയ്ക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് അമ്മയ്ക്കും ഉണ്ടായില്ല, അവൾക്കും ഉണ്ടായില്ല. അതിനൊക്കെ അവിടെ കെട്ടി നിർത്തി അങ്ങോട്ട് കിട്ടും. അതപ്പോൾ സംഭവിക്കാൻ പോകും. രാത്രി സമയം 6:30 കാട്ടിൽ മുല്ലപ്പൂ വലിക്കില്ല. അവിടെ നടക്കാൻ വിളിച്ചാൽ എന്നെ വേണം ആദ്യം തന്നെ. ഇത് കണ്ടോ, പിടിച്ചു വലിച്ചിട്ട് പോകണം, നടക്കാനാണ്. വൈകുന്നേരം പൂവുണ്ട്, മുല്ലപ്പൂ, കാട്ടുമുല്ലയാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ല, ഉള്ള കുട്ടികളെ പോലെയാ. നോക്കിക്കേ, നല്ല മോഡലാണ്. എന്തായാലും ചക്കിനൊത്ത ചങ്കരെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഞങ്ങൾ. എന്തായാലും അല്ലടി, ഇങ്ങോട്ട് നോക്കടേ. ഇപ്പം ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. ഇപ്പം എന്നെ പോലും വേണ്ട, ഇപ്പം മൂളന് മാത്രമേ ഉള്ളൂ. ഇതിനെ പ്രതികാരം വീട്ടുന്നതായിരിക്കും എന്തായാലും. അതിവിടെ നോക്കി പറ, നിറയെ പൂവുണ്ട്. കാട് മൊത്തം പൂവാ. സമ്മതിക്കൂല. ഓവർ വലിക്കണ്ട, വലിച്ചിടത്തോളം മതി. ഞാൻ രച്ചു മുട്ടാവണ്ട കേട്ടാ. ഞാനൊരു കടി വെച്ച് തരും. അല്ല പിന്നെ വലിക്കണ്ട. ഇങ്ങനത്തെ ഭാര്യമാര് നിങ്ങൾക്കും ഉണ്ടോ? പൂപ്രാന്ത് മാത്രല്ല, വേറെ കുറെ പ്രാന്തൊക്കെ ഉണ്ട്. ആ പ്രാന്തൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. തമാശ രീതിയിലാണെങ്കിൽ ഞാനിവിടെ തന്തയ്ക്ക് വിളിച്ചെന്നാ പറയും. പേടിക്കണ്ട, അച്ഛന് അത്ര പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സാധാ ഭർത്താക്കന്മാരെ വിളിക്കുന്നമാര് ഷൗട്ട് ചെയ്തൊന്നുമല്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്ലിയാണ്, പരസ്പരം എല്ലാ കാര്യവും ഷെയർ ചെയ്യും. ഇല്ലടി, ഒന്നും മറച്ചു വയ്ക്കില്ലല്ലോ. ഇങ്ങോട്ട് നോക്കടി, എന്താടി നാണം?
ഒന്നും മറച്ചു വയ്ക്കില്ല, എല്ലാം ഓപ്പണാ അല്ലേ? ആ ആ ഈ ഒരു മാത്രമേ ഉള്ളൂ എന്തായാലും. അപ്പോൾ നടന്ന് നമ്മളൊരു ഗ്രൗണ്ടാണ് അപ്പുറത്തേയും അതിൻ്റെ അപ്പുറത്ത്. ആ ഗ്രൗണ്ടിലേക്കാണ് പോകണം. അമ്മയും പെങ്ങന്മാരൊക്കെ അവിടെ എത്തി. ഇവിടെ പിടിച്ച് വലിച്ച് പോകണമെങ്കിൽ എൻ്റെ ഊപ്പാടളവും. എന്തായാലും പിടിച്ച് വലിച്ചിട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. ഇതാ പിടിച്ചു വലിക്കുന്നു, പൂവില്ല കാവുമില്ല. ഇനി അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ആ തിരിച്ചു വലിക്കുമ്പോൾ ഞാൻ കോപ്പി ഹെൽപ്പ് ചെയ്യും. എന്നാ ഒന്ന് കാണണല്ലോ. ഇവിടെ ഇട്ടിട്ട് പോകും ഞാൻ, വേറൊന്നും സംഭവിക്കില്ല. ഇവിടെ ഇട്ടിട്ട് പോകുമ്പോ ഇവിടെ ഇട്ടിട്ട് പോകും. ആ അത് ഞാൻ കാണുന്നുണ്ട്. രാത്രി വല്ല ഹൊറർ സിനിമ വെച്ച് കൊടുത്താലേ രാത്രി പിന്നെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. പാട്ടായിരിക്കില്ല, എന്നെ ചവിട്ടുക, കഴുത്തി പിടിച്ചിരിക്കുക, ഇതൊക്കെയാണ് രാത്രി കലാപരിപാടികൾ. ഹൊറർ സിനിമ കണ്ടാട്ടാ അത്രയ്ക്ക് ധൈര്യം ഉണ്ട്. എന്തായാലും ആണോ, മുല്ലവലി കണ്ടിന്യൂ ആണ്. കിട്ടും, വരുന്നകളുണ്ട്. ഇന്ന് രാത്രി ഫുള്ള് ഇരുന്ന് മുല്ല വലിച്ചോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല, വലിച്ചോട്ടെ. ഈ മുല്ല കെട്ടാനാണ് പണി. 8 മണി തൊട്ട് 10 മണി വരെ മുല്ല കെട്ടലായിരിക്കും പണി. ഇന്ന് പകലുറങ്ങിയിട്ടില്ല പുള്ളിക്കാരത്തി, അതുകൊണ്ട് ചിലപ്പോൾ രാത്രി പെട്ടെന്ന് വരും. എന്തായാലും മുല്ല കിട്ടിയിട്ട് നോക്കാം. അത് കിട്ടുമെന്നില്ല, വെറുതെ ഞാൻ പറഞ്ഞ 4 വലി വലിച്ച് ബാക്കിയൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അതത്രേ ഉള്ളൂ. എന്തായാലും പേടിപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കിയ ഇരുട്ടായി, സമയം 6:30 ഇരുട്ടാകാരായി. അപ്പോൾ ഗെയ്സ് ബൈ, ഇത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ അമ്മയും ബാക്കി 2 പേരും അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ബായ്.